ആദ്യമായി തന്നെ എൻ്റെ പരിസ്ഥിതി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ആൻമരിയ ജോസഫ്. ഞാൻ തൃശ്ശൂർ പാലൂരിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ഒരു അനുഗ്രഹം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ പുറത്ത് പോയി യൂറോപ്യൻ കൺട്രി വർക്ക് ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ പലപ്പോഴും ഞാൻ OET എന്ന എക്സാം എഴുതുകയും അതോടൊപ്പം തന്നെ എനിക്ക് അതിന് റിക്വയർഡ് സ്കോർ കിട്ടാതിരിക്കുകയും ചെയ്തു. പക്ഷേ പലപ്പോഴും ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഒരു ദിവസം പള്ളിയിൽ പോയി കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം കൃപാസനത്തിൻ്റെ ഒരു പത്രം കണ്ടു. അപ്പം ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ അതിൻ്റെ അകത്തുണ്ടല്ലോ എന്ന് വായിച്ചു നോക്കി. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് വന്നിട്ട് പറഞ്ഞു, പപ്പ നമുക്കൊരു ദിവസം ഇവിടെ പോയാലോ എന്ന് പറഞ്ഞ്. പപ്പായും അമ്മയും പറഞ്ഞു നമുക്ക് പോകാം. അപ്പം എൻ്റെ മോന് ഒരു 6 മാസം പ്രായമാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഫാദറിന് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കൂടെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഫാദറിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഒന്ന് പപ്പാടെ കൂടെ കൂടാം, ഞാനും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് പലപ്പോഴും കുഞ്ഞു ഒച്ചയുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് പ്രദക്ഷിണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാനും. പക്ഷേ ഞാൻ എന്നിരുന്നാലും ചെല്ലുമായിരുന്നു, സമയം കുറച്ച് വൈകിയിരുന്നാലും ചെല്ലുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും OET ഞാൻ എഴുതി. പക്ഷേ എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പക്ഷേ എനിക്ക് റിക്വയർഡായിട്ട് സ്കോർ കിട്ടിയില്ല. അങ്ങനെ ഞാൻ 8ാമത്തെ പ്രാവശ്യം ഞാൻ OET എഴുതി. ആ സമയത്ത് ഞാൻ അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എനിക്ക് പാസ്സായില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, നിൻ്റെ മെറിറ്റിന് പറ്റിയതല്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ എൻ്റെ എല്ലാം ദൈവാനുഗ്രഹത്താലാണ് മുന്നോട്ട് പോയത്. അപ്പം ഇതും എനിക്ക് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കഴിവ് എനിക്ക് ഒരു വിശ്വാസം വന്നു. ആ സമയത്ത് ഞാൻ സാക്ഷ്യം കേൾക്കുകയും ചെയ്തു. അതിൻ്റെ ആ സാക്ഷ്യത്തിൽ പറയുന്നത് ആ കുട്ടി റിസൾട്ട് തുറന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 9 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനോട് ചോദിച്ചതിന് ശേഷമാണ് ആ കൊച്ചു റിസൾട്ട് നോക്കിയെന്നുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഞാൻ മാതാവിനോട് പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഡേറ്റ് എടുത്തോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ ഞാനൊരു ഡേറ്റ് പിന്നെയും എടുത്തു. അതിനുശേഷം ഞാൻ ആ എക്സാം എഴുതി. ഭയങ്കര ടഫായിരുന്നു എക്സാം. ആ എക്സാമിന് പോകുമ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടിലും പിന്നെ അവിടെ ആ എക്സാം എഴുതുന്ന ഹാളിലൊക്കെ ഞാൻ വിശദീകരിച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പാസ്സാവുന്നുള്ള ഒരു കോൺഫിഡൻറ്റും ആ എക്സാമിനില്ലായിരുന്നു. പക്ഷേ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് രാവിലെ തന്നെ വന്നു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വന്ന സമയത്ത് ഞാൻ കൊച്ചു പറഞ്ഞ പോലെ ഞാനും വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ ഫ്രഷപ്പ് ആയതിനു ശേഷം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 9 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ എന്നിട്ട് മാതാവിനോട് ചോദിച്ചു ഞാനിത് തുറന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടു കൂടി തന്നെ മാതാവിൻ്റെ കാശിരവും പുസ്തകവും പിടിച്ച് തന്നെ ഞാൻ റിസൾട്ട് തുറന്നു. അതിലെനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അയർലൻഡ് സ്കോർ തന്നെ എനിക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ചു. അതെനിക്ക് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പാസ്സാകത്തില്ല എന്ന് വിചാരിച്ചിരുന്ന എക്സാം ആയിരുന്നു അത്. പക്ഷേ എനിക്ക് അവിടെ പാസ്സായി, മാതാവ് എന്നെ അനുഗ്രഹിച്ചു. മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷി എന്നെ ആക്കി ആദ്യത്തേത്. അതിനുശേഷം ഞാൻ അതിൻ്റെ പേപ്പർ വർക്കുകളിലേക്ക് മുന്നോട്ട് പോയി. അപ്പം ഞാൻ പഠിച്ചത് മഹാരാഷ്ട്രയിലായതുകൊണ്ട് അവിടുന്ന് പേപ്പർ വർക്കുകൾ അവരയക്കാൻ ഭയങ്കര ഡയറക്റ്റായിട്ട് അയർലൻഡിൽ അയക്കുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാം ശരിയായെങ്കിൽ ഈ ഒരു പേപ്പറിന് വേണ്ടി ഞാൻ 6 മാസത്തിൽ കൂടുതൽ വെയിറ്റ് ചെയ്തു. പക്ഷേ 6 മാസവും ഈ പേപ്പർ അയർലൻഡിൽ വന്നതായിട്ട് എനിക്കൊരു അറിവും കിട്ടിയിട്ടില്ല. പക്ഷേ അതെന്ന് റിട്ടേൺ മഹാരാഷ്ട്രയ്ക്ക് പോയോ അന്ന് എനിക്ക് കിട്ടി ഇങ്ങനെ പേപ്പർ റിട്ടേൺ ആയെന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അന്വേഷിച്ചപ്പം അവർ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ വീണ്ടും മഹാരാഷ്ട്രയിൽ റീഅപ്ലൈ ചെയ്തു. അപ്പം ഞാൻ ഓർത്തു ഇനി OETക്ക് 2 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇനി റിട്ടേൺ പോയിട്ട് തിരിച്ച് വന്ന് എക്സാമൊക്കെ പാസ്സായി കുറേ പാടെടുക്കും. അപ്പം ഞാൻ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഞാൻ ഓർത്തത്. അപ്പം ഞാൻ മാതാവിനോട് പുസ്തകം പ്രാർത്ഥിക്കുന്നതിൻ്റെ പുസ്തകത്തിൽ ഞാൻ ഡേറ്റ് ഇട്ടു, മാതാവ് എനിക്കൊരു മാസത്തിനുള്ളിലെങ്കിലും ശരിയായി തരണേ എന്നുള്ള രീതിയിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ റീഅപ്ലൈ ചെയ്തു ഇങ്ങനെ പേപ്പറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്കെൻ്റെ DLൻ്റെ പേപ്പറുകൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ വന്നു.
അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പേപ്പർ മഹാരാഷ്ട്രയിൽ നിന്ന് അയർലൻഡ് കിട്ടിയെന്നുള്ളതിൻ്റെ മെയിൽ എനിക്ക് വരുന്നത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കാരണം എൻ്റെ പേപ്പറുകൾ ഞാൻ മറ്റുള്ളവർക്ക് അയച്ചു, ഇത് തന്നെയാണോ DLൻ്റെ പേപ്പർ, അതെയോ വേറെ വല്ലതും ആണോ, കാരണം എൻ്റെ പേപ്പർ വന്നതായിട്ട് എനിക്കൊരു അറിവും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അതിന് ശേഷം വന്ന പേപ്പറിന് എനിക്ക് മാവ ആദ്യമേ തന്നെ എനിക്ക് DLൻ്റെ പേപ്പർ തന്നു. പിന്നെ അതിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അതൊരു വലിയൊരു കടമയായിരുന്നു. കാരണം കുറച്ച് നാളത്തെ ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. 14 സ്റ്റേഷൻസ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് സമയങ്ങൾ അങ്ങനെയുള്ള എല്ലാം കൂടെ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആ ഇടയ്ക്കാണ് ഞങ്ങൾ അഖണ്ഡ ജപമാല ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി അഖണ്ഡ ജപമാലയ്ക്ക് ഞങ്ങൾ പോയത്. അത് അഖണ്ഡ ജപമാല കൂടിയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് മൈൻഡിന് എന്തൊരു ഉണർവ് വന്നു എനിക്ക്. പിന്നെ എനിക്ക് 1 മാസം പോലും ഇല്ലായിരുന്നു എനിക്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആ എക്സാമിന് ഞാൻ 14 സ്റ്റേഷനിലും, അതായത് ഞാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ഞാൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. കാരണം ഞാൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ഞാൻ ആ എക്സാമിന് പോയി. ആ എക്സാമിന് പോകുന്ന സമയത്ത് മാതാവിൻ്റെ കാശിരും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പോക്കറ്റ് ഞാൻ വിതറിയിട്ടിരിക്കുമായിരുന്നു എൻ്റെ ഉപ്പ്. കാരണം നമുക്ക് ഇങ്ങനെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം യൂണിഫോമിൻ്റെ അകത്ത് അങ്ങനെ ഇട്ടു. ആ 14 സ്റ്റേഷനിലും ഞാൻ മാതാവിനോട് പോകുമ്പം ആകെ ഒരു 10 മിനിറ്റാണ് സ്റ്റേഷനുള്ളത്. അതിൽ നമുക്ക് കയറുന്നതിന് മുമ്പ് ഒരു 3 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി തരും. ആ 3 മിനിറ്റിൽ ഞാൻ ആകെ 1 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയും ബാക്കി 2 മിനിറ്റ് ഞാൻ വിശ്വാസപ്രമാണം ചെല്ലുകയും മാതാവിനോട് പ്രത്യക്ഷനെ തന്നെ സാക്ഷിയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേഷനിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഞാൻ സ്റ്റേഷനിലേക്ക് കയറുമ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അവിടെ ഇടും. അങ്ങനെ ഓരോ സ്റ്റേഷനിലും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓരോ എക്സാമിനേഴ്സും എനിക്ക് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഷൗട്ടിങ് ആയിരിക്കും, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച് എന്നെ ഇങ്ങനെ കംഫർട്ടാക്കണം എന്നുള്ള രീതിയിൽ അവരെന്നോട് ഇങ്ങോട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അതിന് മുമ്പുള്ളവരോടൊക്കെ ദേഷ്യപ്പെടുന്ന ഞാൻ കേൾക്കാറുണ്ടായിരുന്നു പുറത്ത് നിന്നിട്ട്. പക്ഷേ എന്നോട് അവരൊന്നും ചോദിച്ചില്ല. ചോദിച്ചതിനൊക്കെ എനിക്ക് എവിടുന്ന് ആൻസർ വന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ 2 സ്റ്റേഷൻസ് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത സ്റ്റേഷൻസ് ആയിരുന്നു. ആദ്യത്തെ 7 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രേക്ക് കിട്ടി. ആ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന പിള്ളേരോട് ചോദിക്കാനായിട്ട് എനിക്ക് ഉള്ളിൽ നിന്നൊരു വിളി, നീ ആ 2 സ്റ്റേഷനെക്കുറിച്ച്, ആ 2 ടോപ്പിക്കിനെ കുറിച്ച് ആരോടെങ്കിലും ചോദിക്കുന്നുള്ളൊരു ഉള്ളിൽ നിന്നുള്ളൊരു ഫീല് വന്ന്. അപ്പം എൻ്റെ അടുത്തിരുന്ന ആ കൊച്ചിൻ്റെ പേര് ആവേ മരിയ എന്നായിരുന്നു. ആ കൊച്ചിനോട് ഞാൻ ചോദിച്ചു, മോളെ ഈ 2 ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് കൊച്ച് അറിയാവുന്ന രീതിയിലൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ആ കൊച്ച് 5 മിനിറ്റ് കൊണ്ട് അതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു ഇത് പറഞ്ഞു തന്നു. ഞാൻ അടുത്ത സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പം ആ ടോപ്പിക്കുള്ള 2 സ്റ്റേഷൻസ് ആയിരുന്നു എനിക്ക് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കും അറിയത്തില്ല. കാരണം ആ സ്റ്റേഷനിൽ അവർ ചോദിച്ചതിനൊക്കെ എനിക്ക് ആൻസർ പറയാൻ പറ്റുകയും അതുകൂടാതെ ഞാൻ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പാസ് ഇടുന്നത് എനിക്ക് കാണാൻ പറ്റി. കാരണം നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണം, അത് പാസ്സാകുമോ അല്ലെങ്കിൽ അത് ശരിയാകുമെന്ന്. ഇതെന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു അവർ എഴുതുന്നതായിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു സ്റ്റേഷനിൽ ബാക്കി എല്ലാവർക്കും അവർ പറഞ്ഞു എൻ്റെ പേപ്പർ മറച്ചു പിടിക്കുക, എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവരെന്നോട് പറഞ്ഞു, ഓക്കെ നീ ഒരു 30 സെക്കൻഡ്സ് അതൊന്ന് വായിക്കുക, അതിന് ശേഷം പറയാൻ പറഞ്ഞു. അപ്പോൾ 30 സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പേപ്പർ തിരിച്ചു വെച്ചപ്പോഴേ. പക്ഷേ അതിലും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതൊക്കെ എനിക്കൊരു മാതാവിൻ്റെ അനുഗ്രഹം. ആ 14 സ്റ്റേഷനിൽ ആദ്യത്തെ എക്സാം കഴിഞ്ഞിറങ്ങിയ ആൾ ഞാനായിരുന്നു. പക്ഷേ പാസ്സാവുന്നോ അങ്ങനെയൊന്നും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസവും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കാവൽ മലാഖ എന്നെ ഇങ്ങനെ നടത്തുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അത്രയും പോലും പ്രിപ്പയർ ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത് ഇനി റിസൾട്ട് വന്ന സമയത്ത് ഇതിനൊക്കെ ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറയും, അവൾ ഉടമ്പടി എടുത്ത ഒരാളാണ്. അപ്പം അവൾ എന്നോട് പറയും, ചേച്ചി പേടിക്കണ്ട, ഉടമ്പടി ഞായറാഴ്ച എക്സാം കഴിഞ്ഞു, ചൊവ്വാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെ ചൊവ്വാഴ്ച എക്സാമിൻ്റെ റിസൾട്ട് വരും. അപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, ആ കൊച്ചു പറഞ്ഞു, ചേച്ചി നമ്മുടെ ഉടമ്പടി ധ്യാനം കഴിയുമ്പോഴേക്കും, ചൊവ്വാഴ്ച ധ്യാനം കഴിയുമ്പോഴേക്കും ചേച്ചിയുടെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാവിലെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. അത് രാവിലെ തന്നെ തിങ്കളാഴ്ച വന്നില്ല, അപ്പം ചൊവ്വാഴ്ച വരും എന്നുള്ള ഇത് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ധ്യാനം കൂടാൻ വേണ്ടി തുടങ്ങി. ധ്യാനത്തിൻ്റെ അവസാനത്തെ ആശീർവാദത്തിൻ്റെ സമയമായപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നു.
ഈ റിസൾട്ട് വന്നത്. അതിനുശേഷം അവസാനം റിസൾട്ട് ഞാൻ ആശീർവാദം കൂടി. അതിനുശേഷം പ്രതിഷ്ഠിത പ്രാർത്ഥനയും ചൊല്ലി, ഇതുപോലെ വിശ്വാസ പ്രമാണവും ചൊല്ലിയതിന് ശേഷം മാതാവിനോട് ചോദിച്ച് ഞാൻ റിസൾട്ട് തുറന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നെപ്പോലെ ഒരു ആവറേജ് സ്റ്റുഡൻസിന് ആ 14 സ്റ്റേഷൻസ് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇതിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എക്സാം എഴുതിയിട്ട് എൻ്റെ ഒപ്പം തന്നെ പഠിച്ചവർ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പല സ്റ്റേഷൻസ് 1, 2, 3 സ്റ്റേഷൻസ് പോയിട്ട് അവർ ഒത്തിരി ഡെസ്പായിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ മാതാവ് എൻ്റെ കൂടെ വന്ന് എന്നെ ഈ എക്സാം പാസ്സാക്കി എനിക്ക് തന്നായിരുന്നു. അതെനിക്ക് അമ്മ മാതാവിനും തിരുക്കുമാവിനും ഒത്തിരി നന്ദി. ഞാൻ എപ്പോഴും ആരോട് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ 14 സ്റ്റേഷൻസും മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെനിക്ക് എൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു എനിക്ക് തന്നത്. പിന്നെ ഉള്ളത് അയർലൻഡിൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതൊരു ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും 3, 4, 5 പ്രാവശ്യം എഴുതിയ അവർക്ക് അറിയാം അവിടെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അതേസമയം എനിക്ക് എക്സാമിന് പോയി കഴിഞ്ഞു. അപ്പം നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്ന ആളുടെ വണ്ടിയിലാണ് പോകുന്നത്, പഠിപ്പിച്ച ആളുടെ വണ്ടിയിൽ. അപ്പം അവിടെ പോയി ഞാൻ ആ ചേട്ടൻ കാണാതെ തന്നെ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പെടുത്ത് എക്സാമിന് ഇരിക്കുന്നിടത്തേക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടു. അതിനുശേഷം ഞാൻ വണ്ടിയിൽ പോയി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവർ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കൊന്നും ഇല്ലാത്തൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. അപ്പം നമ്മൾ സ്പീഡ് പോയത് അറിഞ്ഞില്ല. അപ്പോൾ 60 പോകേണ്ടടുത്ത് എനിക്ക് 75 ഞാൻ പോയി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്, അയ്യോ ഇത് 75 ആണല്ലോ എന്നോർത്ത് സ്പീഡ് കുറച്ച്. അപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം ഒരു 60, 65 കഴിയുമ്പോൾ തന്നെ അവർ ഗ്രേഡ് 3 ഇടും, തരാറില്ല നമുക്ക്. അപ്പം ഞാൻ ഓർത്തു ഇനി നടക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ സാവധാനം തന്നെ നോർമലായിട്ട് തന്നെ പോയി. പക്ഷേ ഞാൻ തലേദിവസം മാതാവിനോട് പ്രാർത്ഥിക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് 7. 8 മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾക്ക് അയർലൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവത്തില്ല. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ 7ാമത്തെ ദിവസം എനിക്കപ്പോൾ 7 മാർക്ക് നീ എന്നെ അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ എക്സാം കഴിഞ്ഞു. 40-45 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ഫെയിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആൾ എക്സാമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് പറഞ്ഞ്, കൺഗ്രാജുലേഷൻ, നീ പാസ്സായി, നിൻ്റെ സ്കോർ 7 ആണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ മാതാവിനോട് ചോദിച്ച അതേ സ്കോറ് തന്നെ എനിക്ക് തന്നു. കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല. പക്ഷേ എന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാതാവ് എന്നെ പാസ്സാക്കുകയും ചെയ്തു. ഒത്തിരി പേര് ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ആ സമയത്ത് എനിക്കറിയാം, എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് പറഞ്ഞ മാതാവാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതേതായാലും മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് ഈ എക്സാം, ഈ OET ആപ്റ്റിറ്റ്യൂഡ് എല്ലാം പാസ്സായെങ്കിൽ നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമായിരുന്നു. അതേസമയം ഞാൻ ഒത്തിരി സ്ഥലത്ത് ട്രൈ ചെയ്തു, ചില സ്ഥലത്ത് കിട്ടുകയും ചെയ്തു. പക്ഷേ നല്ല സാലറിയോട് കൂടി എന്നും കുർബാന കേൾക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് നൺ സിസ്റ്റേഴ്സിൻ്റെ ഒരു നേഴ്സിംഗ് ഹോമാണത്. അവിടെ എന്നും കുർബാന, ഫാദേഴ്സ്, നൺ സിസ്റ്റേഴ്സ് എല്ലാം ഉള്ള ഒരു സ്ഥലത്ത്, നല്ല ദൈവത്തിൻ്റേതായ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് മാതാവ് നല്ല സാലറിയോടുകൂടി ജോലിയും തന്നു എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഇത്രയും തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാത്തിനും ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഇതോടൊപ്പം തന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഫാമിലി വിസയ്ക്കും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ കാര്യം പറയുന്നില്ല. പക്ഷേ അതൊക്കെ മാതാവ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിനെല്ലാം മാതാവ് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല എത്തിക്കാറുണ്ട്. പിന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും ജപമാല കേട്ടോണ്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ അത് ബ്രേക്ക് ഇട്ട് അത് കണ്ടിന്യൂസ് ആ ആഴ്ചയും കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഇവിടെ പാലായിൽ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ സർവീസ് ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം. പിന്നെ പത്രം എല്ലായിടത്തും എത്തിക്കാറുണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അയർലൻഡിലായിരിക്കുമ്പോഴും എന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നത്, എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പൈസയായിട്ട്, സമയമായിട്ട്, ഏതാണേലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ദൈവനാമത്തിലും ഈ അമ്മ മാതാവിൻ്റെ നാമത്തിലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് മറ്റുള്ളവർ ചോദിക്കും എന്നോട്, എന്തിനാണത് എന്തിനാണ് ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. ഞാൻ പറയുന്നത് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു
കാര്യമാണ്, അത് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ദൈവത്തിൻ്റെ ആ നാമത്തിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും പിന്നെ ഞങ്ങളിപ്പം പുതിയ ജോലി മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഹൗസ് നോക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു താമസിച്ചിരുന്നത്. ഹൗസ് നോക്കുന്നുണ്ടായിരുന്നു. അത് 2 ബെഡ്റൂമിൻ്റെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ ഭയങ്കര റെൻ്റ് ആയതുകൊണ്ട് 2 ബെഡ്റൂമിൻ്റെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മാതാവിനോട് ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഓരോ 2 വീട്ടിൽ പോകുമ്പോഴും നമുക്കൊരു കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല, ഭയങ്കര റെൻറ്റും ഒന്ന് താമസിക്കാൻ കൊള്ളുന്നൊരു വീടും അല്ലായിരുന്നു. അതേസമയം ഞാൻ ഇങ്ങനെ പോരുന്നേക്കാളും ഒരു 2 മാസം മുമ്പേ തന്നെ മാതാവ് എനിക്ക് ഒരു നല്ലൊരു വീട് തന്നു. 2 ബെഡ്റൂമിൻ്റെ വീടാന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ 3 ബെഡ്റൂമിൻ്റെ വീട് തന്നു. അതും ആ 2 ബെഡ്റൂമിൻ്റെ റെൻറ്റ് തന്നെ, സെയിം റെൻറ്റ് തന്നെ, നല്ലൊരു ഹൗസ് തന്നു. ഇപ്പോൾ പിള്ളേർ, എൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞാൽ തന്നെ കൊച്ചുങ്ങൾക്ക് സ്കൂൾ കാര്യം എല്ലാം അടുത്ത് തന്നെ മാതാവ് എനിക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. എല്ലാത്തിനും നമ്മ മാതാവിന് തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ സമയമായിട്ടില്ല എന്ന് ഈശോ പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. ഉടമ്പടിയിൽ നമ്മളും അതുതന്നെയാണ് ചെയ്യുന്നത്. ഈശോ പറയുന്നതെല്ലാമാണ് നാം ഉടമ്പടിയിൽ നിബന്ധനകൾ പാലിച്ചനുസരിച്ച് ജീവിക്കുന്നത്. അങ്ങനെയാണ് ഈ മകളും പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ ഇടപെടുകയാണ്. 1 മാസത്തിനുള്ളിൽ നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ മകളുടെ പ്രാർത്ഥന കേട്ടു. DL വന്നു. പിന്നീട് എക്സാം പ്രിപ്പറേഷനാണ് 14 സ്റ്റേഷൻസ്. അതത്ര ഈസി അല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാംസാണ്. പക്ഷെ അവിടെയും ഈ മകളുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച് ഉപ്പും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേഷനിൽ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തോടെയാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ സ്റ്റേഷൻ ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റി. പക്ഷെങ്കിൽ അവിടെയും 2 പേപ്പേഴ്സ് സമയം കിട്ടിയില്ല, സഫിഷ്യൻറ്റ് ടൈമില്ലായിരുന്നു, അത് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. അവിടെയും ഈശോ അമ്മ ഒരു പ്രത്യേക രീതിയിൽ ഇടപെടുകയാണ്. ഒരു അല്പസമയത്തെ ബ്രേക്ക് കൊടുക്കുകയും ആ ബ്രേക്കിൻ്റെ സമയത്ത് ഒരുപക്ഷെ അത് അമ്മ മാതാവ് തന്നെയായിരിക്കാം, ആവേ മരിയ എന്ന കുട്ടിയോട് സംസാരിക്കാൻ സാധിക്കുകയും ആ 2 പേപ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻ വിതിൻ ദ ലിമിറ്റഡ് ടൈം കിട്ടുകയും ചെയ്തു. പിന്നീട് ചെന്നപ്പോൾ ആ പേപ്പേഴ്സ് ക്ലിയറാക്കാൻ സാധിച്ചു. എല്ലായിടത്തും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ എന്ന് ഈ മകൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ പിൻകാവൽക്കാരനായ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ആ പേപ്പേഴ്സ് എല്ലാം ക്ലിയറായി. ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി. ഐലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി. ഇനി അടുത്തത് ജോലിയാണ്. അതും ഒത്തിരി വൈകാതെ തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകൾക്ക് നല്ലൊരു നഴ്സിംഗ് ഹോമിൽ നല്ലൊരു സാലറിയോട് കൂടി ഒരു നഴ്സായിട്ട് ജോലി ലഭിച്ചു. ഇവിടെയെല്ലാം നാം കാണുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ മുൻപിലും പിൻപിലും നിൽക്കുന്ന ആ കാവൽക്കാരനായ ദൈവത്തെയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. എന്ത് കാര്യത്തിന് പോയാലും എവിടെ പോയാലും ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യം. ഉടമ്പടി മക്കൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം മുന്നിലും പിന്നിലുമുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭയപ്പെടാത്ത ധൈര്യത്തോടെ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളായി വെഞ്ചരിച്ച് ഉപ്പും തേനും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ചെല്ലുമ്പോൾ എവിടെ പോയാലും അവിടെയെല്ലാം നമുക്ക് ഈശോയുടെ സാന്നിധ്യം കാണാൻ പറ്റും. ആ പരീക്ഷ എഴുതാൻ പോയ പരീക്ഷാ ഹാളിലും ആവേ മരിയ എന്ന കുട്ടിയിൽ കൂടെ തന്നെ അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു. അമ്മ മാതാവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ വൈകിപ്പോകാം, ചിലപ്പോൾ അപ്രത്യക്ഷമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങാം. ഒരുപക്ഷെ ആ DL പേപ്പർ റിട്ടേൺ ആയതും ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് വൈകിപ്പോകുന്നു എന്ന്. പക്ഷെങ്കിൽ ജീവിതത്തിൽ വൈകിപ്പോകുന്ന കാര്യങ്ങൾ പോലും ദൈവം ശരിയായ സമയത്ത് നമ്മളെ നയിക്കും. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മയാണ്, കൃപാസന അമ്മയാണ് നമ്മെ യേശുവിലേക്ക് നയിക്കുന്നത്, നമ്മളെ വഴി കാണിക്കുന്നത്. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര, പ്രത്യേകിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതയാത്ര, ആത്മീയ യാത്ര നമുക്ക് മുന്നോട്ട് നയിക്കാം. നമുക്ക് ഓടുകയേ വേണ്ട, തിടുക്കം കൂട്ടേണ്ട. നമ്മുടെ കൂടെ, നമ്മുടെ മുൻപിലും പിൻപിലും
നമ്മുടെ കൂടെ നടക്കുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ മുന്നോട്ട് നയിക്കാം. ആൻ മരിയയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.